ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ണൂർ ടൗണിൽ നിന്നും 3 കിലോമീറ്റർ അകലെയായി അറബിക്കടലിന് അഭിമുഖമായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട് എന്നാണ് പേരെങ്കിലും കണ്ണൂർ കോട്ട എന്നാണ് കൂടുതലായും അറിയപ്പെടുന്നത്. 500-ലധികം വർഷം പഴക്കമുള്ള ഈ കോട്ട ഒരു കാലത്ത് മലബാറിന്റെ സൈനിക കേന്ദ്രമായിരുന്നു. ത്രികോണാകൃതിയിൽ ചെങ്കല്ലിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ട 1505-ൽ പോർച്ചുഗീസുകാർ പണിതതാണ്. ചരിത്രം കൂടുതൽ അറിയാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പ്രവേശന കവാടത്തിന് അടുത്ത് തന്നെ ഒരു പീരങ്കി കാണാൻ സാധിക്കും. അതും കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയുടെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇതാണ് കോട്ടയുടെ മുൻവാതിൽ. ഇരുമ്പ് ദണ്ടുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കിനി അകത്തേക്ക് പോവാം. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. 25 റുപ്പീസ് എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശന സമയം. അതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം. ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. കണ്ണൂരിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരണം. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൻ്റെ ചരിത്രം നമുക്ക് കൂടുതൽ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1505-ൽ പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡ അൽമേഡയാണ് ഈ കോട്ട നിർമ്മിച്ചത്. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ടയുടെ പണി തുടങ്ങി. 158 വർഷം പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിച്ചു. അവരിവിടെ കച്ചവടം നടത്തി. പിന്നീട് 1663-ലാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ഈ കോട്ട പിടിച്ചടക്കുന്നത്. 110 വർഷം ഡച്ചുകാർ ഈ കോട്ട ഭരിച്ചു. അവരിവിടെ കച്ചവടം നടത്തി ലാഭമൊന്നുമില്ലാത്തതുകൊണ്ട് 1,00,000 രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. പിന്നീട് 1790-ലാണ് ബ്രിട്ടീഷുകാർ അറക്കൽ രാജാവുമായി യുദ്ധം ചെയ്ത് ഈ കോട്ട പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. പിന്നീട് ഇത് നമ്മൾക്ക് കിട്ടുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. അതുവരെ ബ്രിട്ടീഷുകാർ തന്നെയാണ് കോട്ട ഭരിച്ചിരുന്നത്. കടലിലേക്ക് ഫേസ് ചെയ്ത് ഒരുപാട് പീരങ്കികൾ വെച്ചിട്ടുണ്ട്. ശത്രുക്കളെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാവും ഇങ്ങനെ സെറ്റ് ചെയ്തത്. നമുക്കിനി കോട്ടയിലെ കുതിരാലയം കണ്ടാലോ? ഈ നേരെ കാണുന്ന ട്രെയിനിൻ്റെ ബോഗി പോലെ തോന്നുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് പണ്ട് പട്ടാളക്കാർ താമസിച്ചിരുന്നതും കുതിരയെ കെട്ടിയിരുന്നതും. അതുകൊണ്ടായിരിക്കാം കുതിരാലയം എന്നതിന് പേര് വന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ബിൽഡിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിന് 2 സെക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ഓ സൈനബ പാട്ടൊക്കെ ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അമൃതം, മകൾക്ക് വേണ്ടി, അൻവർ, അങ്ങനെ ഒരുപാട് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 2015 ഡിസംബറിൽ കോട്ടയിൽ വിസിറ്റേഴ്സിന് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഉത്ഖനനത്തിൽ ഓൾമോസ്റ്റ് 36,000 പീരങ്കി ഉണ്ടകളാണ് കിട്ടിയത്. ഇപ്പോഴും കോട്ടയ്ക്കുള്ളിൽ അത് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ കാണിച്ചില്ലേ കുതിരാലയം, അതിൻ്റെ 2 സെക്ഷൻസ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു സെക്ഷൻ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ മറ്റൊരു സെക്ഷനും ഉണ്ട്. ഇതിനുള്ളിൽ നട്ടുച്ച നേരത്തും ഇരുട്ടായിരിക്കും, അത്ര പോലും വെളിച്ചം കിടക്കില്ല. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് കോട്ടയ്ക്കുള്ളിൽ ജയിൽ വരുന്നത്. ഈ പടി കടന്ന് ഉള്ളിലേക്ക് പോയാൽ ജയിലായി. കാര്യം രാവിലെ ആണെങ്കിലും എനിക്ക് ഉള്ളിലേക്ക് പോകാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പിനടുത്ത് നിന്ന് തന്നെ ഷൂട്ട് ചെയ്തു. അപ്പോൾ കോട്ടയ്ക്കുള്ള ജയിലും കണ്ടില്ലേ. ജയിൽ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ നമുക്ക് കുതിരാലയത്തിൻ്റെ മേൽഭാഗത്ത് എത്താൻ പറ്റും. ഈ സ്റ്റെപ്സ് കയറി മേലെ എത്തുമ്പോൾ തന്നെ കടലിൻ്റെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരത്തിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട കുതിരാലയം കാണാൻ പറ്റും. ഇനി നമുക്ക് കുതിരാലയത്തിൻ്റെ മേലെ കൂടെ നടക്കാം. അതിനുവേണ്ടി ഈ സ്റ്റെപ്സ് വഴി തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എത്താം.
കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റേഴ്സ് അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സൈനികർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസം. ഇതാണ് കുതിരാലയത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. മാപ്പിള ബേ തുറമുഖവും അറയ്ക്കൽ പള്ളിയും കോട്ടയ്ക്കടുത്താണ്. ഈ കാണുന്നതാണ് കോട്ടയുടെ മുകളിലെ കൊടിമരം. ഇത് പണ്ട് ഒരു ഓയിൽ ലാമ്പായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളായി അവിടെ നിൽക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഇന്ന് ഈ കോട്ട. നമുക്കിനി താഴേക്ക് ഇറങ്ങാം. ഈ ഇറങ്ങുന്ന വഴി നേരെ ചെല്ലുന്നത് നമ്മുടെ എൻട്രൻസിലേക്ക് തന്നെയാണ്. തലശ്ശേരിക്കാരിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫോർട്ടിൽ വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും കണ്ണൂർ വരാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ കോട്ട മിസ് ചെയ്യണ്ട. അപ്പോൾ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.